ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു ലെനാസ് വേൾഡ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ പിസ്സയാണ്. ഇത് വീട്ടിൽ തന്നെ ഓവൻ ഇല്ലാതെ എങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പിസ്സ മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ഇടാം. ഈസ്റ്റ് 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഷുഗർ ഇളം ചുടുവെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുള്ളതാണ്. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മൈദയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് നോർമൽ വാട്ടറാണ്. അത് യൂസ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. അല്പം ഓയിലും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ്. ഇനി ഇത് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിന് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് കോൺഫ്ലവർ കുറച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കി എടുക്കണം. അതിന് 2 തക്കാളി, 5-6 അല്ലി വെളുത്തുള്ളി, 3 ഉണക്കമുളക്, ഒരു പകുതി അളവ് സവാള വേണം. ഇത് നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം. ഒരു 2 വിസിൽ വരെ അല്ലെങ്കിൽ 1 വിസിൽ വരെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ പാന് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി, ഉള്ളി എല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് വരാം. പിസ്സ സോസ് തയ്യാറാക്കി എടുക്കാം. അതിന് നമ്മൾ തക്കാളിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. പാന് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായി ചൂടായിട്ട് നമുക്ക് മിക്സ് ഇതിലേക്ക് വെച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഷുഗർ, 1/2 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് പെപ്പർ പൗഡറൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പിസ്സ ഡോ വന്നിട്ട് 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ദോശക്കല്ലാണ് കേട്ടോ പിസ്സ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ദോശക്കല്ല് നമുക്ക് വയ്ക്കാം. അപ്പോൾ ചിക്കൻ പിസ്സയ്ക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ക്യാപ്സിക്കം റൗണ്ടായിട്ട് അരിഞ്ഞത്, പിസ്സ സോസ് വേണം, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, തക്കാളി നീളമായിട്ട് അരിഞ്ഞത്, ഓണിയൻ റൗണ്ടായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പച്ചക്കറി എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇത് തയ്യാറാക്കാം. അപ്പോൾ ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ പിസ്സയുടെ മാവ് ഇട്ട് നന്നായിട്ട് പരത്തി കൊടുക്കണം. കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് പരത്താം. ഇനി
ഇത് നമുക്ക് ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുക്കാം. നന്നായിട്ട് ഇത് ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുത്തി കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് നോക്കാം. തിരിച്ചിട്ട് കൊടുത്തു. ഇതിലേക്ക് പിസ്സ സോസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇത് തട്ടി കൊടുക്കാം. ഇതിലേക്ക് ചീസ് വെച്ച് കൊടുക്കാം. പറയാൻ വിട്ടുപോയതാട്ടോ. ചീസ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത് വെച്ച് കൊടുക്കാം. ഇനി തക്കാളി നീളത്തിൽ അരിഞ്ഞതും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഓണിയൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ക്യാപ്സിക്കം വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചീസ് ഏറ്റവും മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചീസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 8 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഡയറക്റ്റായിട്ട് വെച്ച് അടി പിടിക്കും എന്ന് വിചാരിച്ച് ഇത് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേറൊരു പാൻ അടിയിൽ വെച്ചിട്ട് മേലെ ഈ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നിങ്ങളും ചെയ്യാം. ഒരു 5 to 8 മിനിറ്റ് നമ്മൾ 8 മിനിറ്റ് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടോ നമുക്ക് തുറന്ന് നോക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. കുക്കായിട്ടുണ്ട്. ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പിസ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട്, ഓവനൊന്നും വേണ്ട, ഇല്ലാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പിസ്സയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. If you like this video, do like, share, comment and subscribe. Thank you friends.